ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു വായനാലോകം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പോപ്പുലറായ ഒരു പുസ്തകം, ഇന്ന് ഏറെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന, ആൾക്കാർ വായിക്കണം, സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഈ പുസ്തകം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പുസ്തകമാണ്. റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ. ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ കേൾക്കുന്നത് നമ്മൾ വേറൊരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴാണ്, റാം കെയർ ഓഫ് ആനന്ദി നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് നമുക്കൊന്ന് സംഘടിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കേട്ടപ്പോൾ നേരെ പിന്നെ സാമൂഹ്യ മാധ്യമത്തിൽ വരുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ റാം കെയർ ഓഫ് ആനന്ദിയാണ്. എനിക്ക് തോന്നുന്നത് ഈ സാമൂഹ്യ മാധ്യമത്തിന് നമ്മൾ സംസാരിക്കുന്നതൊക്കെ അലക്സമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ട് അത് അടുത്ത പ്രാവശ്യം നമ്മൾ ഫേസ്ബുക്കൊക്കെ തുറക്കുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അതിൻ്റെ സെർച്ച് ചെയ്ത സാധനത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. അതേമാതിരി വിചാരിച്ചു ഞാനിത് സംസാരത്തിൽ പങ്കുചേർന്നു എന്നുള്ളത് കൊണ്ട് ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും വായിക്കണം വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ ചോദിച്ചത് അങ്ങനെ. അപ്പം എൻ്റെ വൈഫ് ഉഷ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നേരെ സംഘടിപ്പിച്ചു. കുറച്ച് വേറെയും പുസ്തകങ്ങളുണ്ടായിരുന്നു, ഇതും സംഘടിപ്പിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പുസ്തകത്തിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇത് വായിക്കാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ വായിക്കണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഇതിൽ 6 മെയിൻ കഥാപാത്രങ്ങളാണ് എന്ന് വേണം പറയാൻ. റാം, ആനന്ദി, വെട്രി, രേഷ്മ, പാട്ടി, പിന്നെ മല്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ കൂടി പോകുന്ന, അതിൽ റാം എന്ന വ്യക്തി ചെന്നൈയിൽ വരുന്നതോട് കൂടിയിട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അവിടെ രാം ചെന്നൈയിൽ വരുന്നു. രാമിൻ്റെ പരിചയത്തിലുള്ളൊരു ബിനീഷിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. അവിടെ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, അവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ തോന്നുന്നു. അങ്ങനെ രാം ഫിലിം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. എഴുത്തുകാരനാവണം, ഡയറക്ടറാവണം, അങ്ങനെയൊക്കെയുള്ള ഇതിൽ അങ്ങനെ ഫിലിം പഠിക്കാൻ വേണ്ടി വരികയാണ്. അവിടെ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് വെട്രിയും രേഷ്മയും. പിന്നെ അവർ വളരെ ക്ലോസ് ആവും. അവിടെ റിസപ്ഷനിലുള്ള പെൺകുട്ടിയാണ് ആനന്ദി. ഈ വെട്രിയോ രശ്മിയോ ആരോട് താമസിക്കുന്ന ഒരു പേയിങ് ഗസ്റ്റായിട്ട് പാട്ടിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. വെട്രി താമസിക്കുന്നത് അവിടെ, ആനന്ദിയും താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇതാണ് ഒരു ഇത്. പിന്നെ ഇവർ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഈ കഥയുടെ ഭാഗമായിട്ട് അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ മല്ലി എന്ന ക്യാരക്ടർ ഐ തിങ്ക് എനിക്കതിൽ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ നോവലിലെ ഭയങ്കര ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. റാം മല്ലിയുമായിട്ടുള്ള ദ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ദാറ്റ് ഹി ബിൽഡ്സ്. മല്ലി ഒരു ട്രാൻസ്ജെൻഡറാണ്. അത് എനിക്ക് തോന്നുന്നു ആ ഭാഗം ദ വേ ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വായിക്കണം ഈ പുസ്തകം. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, ചില ആൾക്കാർക്കുണ്ട് പുസ്തകങ്ങൾ, വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ഒരു എന്താ പറയുക, ഇതൊരു കുട്ടികളുടെ പ്രണയത്തിനെ കുറിച്ചിട്ടുള്ള കഥയാണ്, അതാണെന്നൊക്കെ വിചാരിച്ച് ചിലപ്പം അത് വായിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, സാഹിത്യം, സിനിമ, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണേൽ പറയാം എല്ലാവരും വായിച്ചില്ലെങ്കിലും ഗുണമേന്മയുള്ള പുസ്തകമാണ്, ആരും കണ്ടില്ലെങ്കിൽ സിനിമ ഗംഭീരമാണെന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കവിതയാണെങ്കിലും സിനിമയാണെങ്കിലും പുസ്തകമാണെങ്കിലും കഥയാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളാണ് ഇതിൻ്റെയൊക്കെ നന്മയും തിന്മയും ഒക്കെ കൈൻഡ് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ആർ റിലീസിങ് സംതിങ് ടു ദ പബ്ലിക് എന്നുള്ളതാണ്. അപ്പം ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ് ഓൾസോ, അതല്ലാതെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിൽ എനിക്കും ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംഭവങ്ങൾ അത് തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ഒഴുക്കോട് കൂടിയിട്ട് ഇത് ഇത്രയും കാലം ഇത് വായിച്ചിട്ടില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ നിർത്തിയിട്ട് ബാക്കി നോക്കാം. ഞാൻ കുറച്ചും കൂടെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു പുസ്തകമാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നമുക്ക് അത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും
ചില സാഹചര്യങ്ങളും സമയമൊക്കെ ഉണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ തീരെ ഇഷ്ടപ്പെടാത്ത ചില സിനിമകൾ വളർന്നു വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകം ഞാനിപ്പോൾ വായിക്കുന്നതും പിന്നെ വായിക്കുന്നതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈ തിങ്കിങ് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം, ഇതൊക്കെ ഒരു പുസ്തകത്തിൻ്റെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടെന്നായിരിക്കും. ഞാൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെന്നൈയിലാണ് ഇത് നടക്കുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ബാംഗ്ലൂർ കാലം ഓർമ്മ വരികയാണ്. ബാംഗ്ലൂർ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ വരുന്നു, ആദ്യമായിട്ട് അവിടെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഉണ്ടാവുന്നൊരു ബന്ധങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരു കോളേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ സ്ഥലവും നമ്മളും അവിടെയുള്ള ആൾക്കാരും നമ്മളും തമ്മിലൊക്കെ ചില ബന്ധങ്ങൾ സ്ഥാപിക്കും. ഈ ബന്ധങ്ങൾക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളൊരു ഫോർമേറ്റീവ് സ്റ്റേജിലാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ആ ബന്ധങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ എന്നുള്ള രീതിയിൽ നമ്മളെ ഇറ്റ് ഇമ്പാക്ട്സ് അസ്, ഇറ്റ് മോൾഡ്സ് അസ് ടു ബി സംതിങ് ദാറ്റ് വി ആർ. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കോളേജ് കാലത്തേക്ക് നോക്കുമ്പം എൻ്റെ കോളേജ് കാലത്ത് ഉണ്ടായിട്ടുള്ള, ഞാനാണെങ്കിൽ കോഴിക്കോട് തന്നെയാണ് കോളേജിൽ പോയിട്ടുള്ളത്, റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലായിരുന്നു, വീട്ടിൽ നിന്നുണ്ടായി. പക്ഷേ ആ കോളേജിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ട സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇന്നും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങൾ ആ സുഹൃത്തുക്കളുമായിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ആ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ് പിന്നെയും ഞാൻ ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ജോലിയുടെ ഭാഗമായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം സൗഹൃദം എന്നുള്ള ആ ഒരു ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ലെവൽസിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദം, പ്രണയം, എങ്ങനെയാണ് രണ്ട് പേര് തമ്മിൽ ഹൗ ഡു വി മാനേജ് റിലേഷൻഷിപ്പ് എന്നുള്ളത് എനിക്ക് വലിയൊരു നോളേജ്, ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു ആ പുസ്തകം എന്ന് കൂടെ പറയാം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഖിൽ ധർമ്മചന്ദ്രൻ എന്ന വ്യക്തി വളരെ യങ്ങാണ്. ആസ് എ യങ് റൈറ്റർ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, എങ്ങനെയാണ് ബന്ധങ്ങളെ കാണുന്നത്, ആ ഒരു യങ്ങർ ജനറേഷൻ എങ്ങനെ ലോകത്തെയും ജീവിതത്തെയും ബന്ധങ്ങളെയൊക്കെ കാണുന്നു എന്നുള്ളത്. ആൻഡ് ആ പുസ്തകം വായിച്ചപ്പം എനിക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു ഹോപ്പാണ് ഉണ്ടായത്, ഒരു സന്തോഷമാണ് ഉണ്ടായത്. ഫോർ സം റീസൺ 50 വയസ്സിൻ്റെ മുകളിലായ എന്നെക്കാട്ടും എത്രയോ 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 ഭേദമാണ് ഇന്ന് 20കളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഞാനൊക്കെ ആ സമയത്ത് എൻ്റെയൊക്കെ 20s വളരെ മോശമായിരുന്നു ലോകത്തെക്കുറിച്ചും. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ്. ഞാൻ അന്ന് അക്കാലത്തുള്ള എല്ലാ 20 വയസ്സുകാരും ലോകത്തെ കണ്ടിരുന്നത് മോശമാണെന്നുള്ളതല്ല ഞാൻ പറയാം, എൻ്റെ കാര്യം പറയണം. എനിക്ക് ലോകത്തെയും ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകളും അനാവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി വായിക്കുന്ന സമയത്ത് എങ്ങനെ ബന്ധങ്ങൾ പ്രണയമായി മാറുന്നു, എങ്ങനെ ഇതിനെയൊക്കെ സമീപിക്കുമെന്നുള്ള സംഭവം. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ബന്ധങ്ങളെ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ്. ഒരാളോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഇഷ്ടം എങ്ങനെ പറയും, ഒരാളോട് ഇഷ്ടം പറഞ്ഞാൽ ആ ഇഷ്ടം അയാൾ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്ത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, നോ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനോട് പ്രതികരിക്കും. ഒരു സൗഹൃദ ബന്ധത്തിൽ വേറെ ഒരു രീതിയിലുള്ള ഇതില്ലാണ്ട് സൗഹൃദ ബന്ധങ്ങൾ എങ്ങനെ, തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ് നമ്മൾ മാറ്റുക. ഒരു 4-5 പേരുള്ള ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദ ബന്ധം എങ്ങനെയായിരിക്കും. നമ്മളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഒരു പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന അതിൻ്റെ ഓണറുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഭവം എന്താ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം, ഒരു സ്റ്റേജ് ഓഫ് ടൈമിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയും അത് നമ്മളെ അവരുടെ ജീവിതവുമായിട്ട് വളരെ കണക്ട് ചെയ്യിപ്പിക്കുകയൊക്കെ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ മുൻവിധി, നമുക്കൊക്കെ ഒരാളെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ മുൻവിധികൾ തെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ഇതിലാ റാമിൻ്റെ ക്യാരക്ടറൊക്കെ ആ മുൻവിധിയോട് കൂടിയിട്ട് റാം പല കാര്യങ്ങളും സമീപിച്ചിട്ട് ആ മുൻവിധിയിൽ നിന്നും റാം ലിബറേറ്റഡ് ആവുന്നുണ്ട്. ആ മുൻവിധിയിൽ നിന്നും റാം ലിബറേറ്റഡ് ആവുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ റാമിൻ്റെ മുമ്പിലുള്ള ലോകമേ മാറിപ്പോവാണ്, കാഴ്ചപ്പാടേ മാറിപ്പോവാണ്.
ആ ലിബറേഷനിലൂടെ ആ ഫ്രീഡത്തിൽ കൂടി റാം ബിക്കംസ് എ ടോട്ടലി ന്യൂ പേഴ്സൺ. ചിലപ്പം ഓൾറെഡി റാമിൻ്റെ ഒരു നേച്ചറും റാമിൻ്റെ ഒരു അപ്ബ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫാക്ടർ ആയിരിക്കാൻ മതി. പക്ഷെ എന്നാലും ഒരു മുൻവിധിയിൽ കൂടെ ചെന്നിട്ട് ആ മുൻവിധി മാറിയിട്ട് ആ ലോകമങ്ങ് മുമ്പിൽ തുറന്നു വരുന്നൊരു സംഭവം. അതിന് നിമിത്തമാവുന്ന ആനന്ദിയെ പോലുള്ള ഒരു വ്യക്തി പല കാര്യത്തിലും എടുക്കുന്ന ചില അഭിപ്രായങ്ങൾ, പറയുന്ന അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, എടുക്കുന്ന സ്റ്റാൻസ്, അത് കാണുമ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻസ് എത്ര ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കൊന്ന് വളരെ നിങ്ങളിതിനെ ഒരു രീതിയിലും ഡോണ്ട് ഈവൻ കൺസിഡർ ദിസ് ബുക്ക് ആസ് എ ബുക്ക് ദാറ്റ് ഈസ് എ വെരി അങ്ങ് വായിച്ചങ്ങിടാം എന്നുള്ള രീതിയിലല്ല. ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഡെപ്ത് ഇൻ ടു ഇറ്റ്. ആൻഡ് നമ്മൾ അത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലത്തല്ല, എൻ്റെ വേറൊരു ജനറേഷനിൽ എഴുതിയൊരു പുസ്തകമാണ് എന്ന് പറയുമ്പോൾ, അതും എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ, യങ്ങർ ജനറേഷനിൽ എഴുതിയൊരു പുസ്തകമാണെന്ന് പറയുന്ന സമയത്ത് അതിന് നല്ലൊരു കണ്ടൻറ്റ് കാണുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു സന്തോഷമൊക്കെ ഉണ്ട്. ഇപ്പം എന്നെക്കാട്ടും പ്രായമുള്ള വളരെ പേര് കേട്ട കുറേ എഴുത്തുകാരുടെ കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഗംഭീരമാണ്, ഇതാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ്. ഞാനൊക്കെ 16 വയസ്സും 20 വയസ്സുള്ള സമയത്ത് വായിച്ച പുസ്തകങ്ങളുടെ അത് എഴുതിയ ആൾക്കാരെ നേരിട്ട് കാണുന്ന സമയത്ത് എനിക്കൊരു ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു പൂർണ്ണത ഉണ്ടാവുന്നുണ്ട് ഒരു വായനക്കാരെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ അഖിലിൻ്റെ വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ നെക്സ്റ്റ് ജനറേഷൻ ആൻഡ് ഐ എം സോ മച്ച് ഇംപ്രസ്ഡ് ബൈ വാട്ട് ഹാസ് ബീൻ റിട്ടൺ എന്ന് പറയുന്ന സമയത്ത് ഐ തിങ്ക് ആൾക്കാർ പറഞ്ഞു ഒരു സിനിമാറ്റിക് നോവലാണിത്. സിനിമാറ്റിക് നോവൽ എന്നും പറഞ്ഞിട്ട് അത് ഒരു നല്ല രീതിയിൽ അത് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് ദാറ്റ് ആ പുസ്തകത്തിനെ സിനിമാറ്റിക് നോവൽ എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാരത്തിന് ഒരു സിനിമാറ്റിക് നോവൽ എന്നൊക്കെ പറഞ്ഞതിന് ഒന്ന് ഇതാക്കാൻ നോക്കണം, അതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ്. ഐ തിങ്ക് ആസ് എ നോവൽ എ പീക്ക് ഇൻ ടു ദ മൈൻഡ് ഓഫ് ദ യങ്ങർ ജനറേഷൻ. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച്, നമുക്ക് സമൂഹത്തിനെ കുറിച്ച്, ഇഫ് വി ആർ റെഡി ആൻഡ് ഓപ്പൺ to kind of understand what the younger generation is saying, I think സാധ്യതകളുടെ പോസിബിലിറ്റീസ് ഉള്ള ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വായിക്കണം. ഇപ്പം ഞാൻ ആൾക്കാർ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഒന്ന് വായിച്ച് തുടങ്ങണം, ഏതാ പുസ്തകം എന്ന് ചോദിക്കും. പലപ്പോഴും ഞാൻ ആൾക്കാരോട് പറയുക, എന്തെങ്കിലും എടുത്ത് വായിക്കുക, ഇതുവരെ വായിക്കുന്ന ശീലമില്ലെങ്കിൽ എന്തെടുത്ത് വായിച്ചാലും നല്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വായിച്ചിട്ടില്ല, വായിച്ച് തുടങ്ങണമെന്നുണ്ട്. എന്നതാ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു കൊള്ളുക. ഈ പുസ്തകം ഞാൻ എന്തായാലും ഇവിടെ വെക്കാനുള്ള ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഈ പുസ്തകം കൊടുക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ പുസ്തകം മേടിച്ചാൽ കിട്ടില്ല, നാട്ടിൽ പോയി മേടിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് അദ്ദേഹത്തിന് കക്ഷിക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. റാം കെയർ ഓഫ് ആനന്ദി. ഇത്രയും നേരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ്. പുസ്തകങ്ങളെ പറ്റി മാത്രമാണ് കേട്ടോ വായനാലോകം. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ അതിനെപ്പറ്റി കുറച്ച് നേരം സംസാരിക്കുക എന്നുള്ളതാണ്. സിനിമയെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന വഴി പുസ്തകങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഒരു രസമല്ലേ? കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെയാണ്.